ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിന്നും നിയമസഭയിലേക്കുള്ള മാർച്ച് അത് ആരംഭിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 22 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ആശാവർക്കർമാർ അവർ സമരം നടത്തുന്നുണ്ട്. സാധാരണക്കാരൻ്റെ അടുത്തുവരെ ഈ ഒരു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് വാക്സിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അത് സാധാരണക്കാരുടെ ഓരോ ജനങ്ങളുടെയും വീടാന്തരം കയറി അവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ആശാവർക്കർമാർ അവർ കഴിഞ്ഞ 22 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ, സംസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ നടത്തുന്ന സമരം അത് അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കാരണം കാണാത്തതല്ല, അവർ കണ്ടില്ല എന്ന് തന്നെ നടിക്കുന്നതാണ്. നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ് എങ്ങനെയും ഈ ഒരു സമരത്തെ തകർക്കുക അല്ലെങ്കിൽ ഈ ഒരു സമരം പൊളിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കടുത്ത മഴയത്ത് പോലും അവർ മഴ നനയാതിരിക്കാൻ വേണ്ടി കിട്ടിയ ടാർപോളിൽ പോലും പോലീസ് എത്തി അഴിച്ചു മാറ്റുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടു. അവർ മഴ നനഞ്ഞുകൊണ്ട് സമരം നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശാവർക്കർമാരുടെ ആ ഒരു സമരം അത് ഇതുവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ കണ്ടേ മതിയാകൂ. അത് കണ്ണടച്ചിരിക്കുന്ന സർക്കാർ കണ്ണ് തുറന്നേ മതിയാകൂ. എന്തായാലും പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ഈ ഒരു മാർച്ച്, നിയമസഭാ മാർച്ച് അത് ആരംഭിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്ത്, തീർച്ചയായും മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ആരംഭിക്കുകയാണ്. വലിയ ജനസഞ്ചയം, ജനാവലി ഇവിടെ ഈ മാർച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ കൂട്ടം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആശാപ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആശാപ്രവർത്തകരെ വേദിയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ നിയമസഭാ മാർച്ച് നടക്കുന്നത്. കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന് തന്നെയാണ് ആശാപ്രവർത്തകരും പറയുന്നത്, ആശാ ജീവനക്കാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അത് തുടരുക തന്നെ വേണമെന്നൊരു ശക്തമായൊരു മുന്നറിയിപ്പ് കൂടി ഇവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പ്രവർത്തകർ സർക്കാരിന് മുന്നിൽ കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് സമരം കൂടുതൽ ശക്തമാക്കുക എന്നൊരു ലക്ഷ്യം, അതിൻ്റെ ഭാഗം കൂടിയാണ് നിയമസഭയിലേക്കുള്ള ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ ജനപിന്തുണ, വലിയ മാർച്ച് ഇപ്പോൾ നമുക്ക് കാണാനും കഴിയും. കാരണം നമുക്കറിയാം, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സമരം അവരുടെ ആശാപ്രവർത്തകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു, അടിസ്ഥാന സൗകര്യങ്ങളടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരമെങ്കിൽ ആ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന, പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. അതിനാണിപ്പോൾ ഈ ആശാപ്രവർത്തകരുടെ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും സമരം ഒരു ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ വലിയ ശക്തമായിട്ട് തന്നെയാണ് വലിയ ശക്തമായി സമരം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ നിന്നും, സെക്രട്ടേറിയറ്റിൻ്റെ സമരവേദിയിൽ നിന്നും സമരം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ മാർച്ച് നടത്തുന്നത്, ആശാപ്രവർത്തകരുടെ മാർച്ച് നടത്തുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതടക്കമുള്ള 62 വയസ്സിൽ പ്രായം കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. ആ മാർച്ചാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഈ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി ആരംഭിക്കുമ്പോൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിൽ യാതൊരു തരത്തിലുള്ള മറുപടിയും നൽകുവാനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ആനുകൂല്യം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരു തീരുമാനവും ഉണ്ടായതുമില്ല. പിന്നെ തുടർന്നങ്ങോട്ട് നമ്മൾ കണ്ടത് CPM-ന്റെ ഭാഗത്ത് നടക്കമുള്ള പ്രതികാര നടപടിയായിരുന്നു. ആ പ്രതികാര നടപടിയിൽ പല രീതിയിൽ അവരുടെ സമരത്തിന്റെ പന്തൽ പൊളിക്കുന്ന രീതി, അതായത് രാത്രിയിൽ ഇപ്പോൾ എന്തായാലും അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.
മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ നിയമസഭാ മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയൊരു ആശാവർക്കർമാരുടെ വലിയൊരു നിര തന്നെ ഈ ഒരു സമരത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശാവർക്കർമാരുടെ ഒരു പ്രതികരണം തേടാൻ സാധിക്കുമോ ഇപ്പോൾ? തീർച്ചയായും വലിയൊരു ജനസഞ്ചയം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു. നമ്മൾ പ്രതികരണം എടുക്കാൻ സമരം ശക്തമായിട്ട് നമ്മൾ ധൈര്യമായിട്ട് സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ സ്ത്രീ സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ടാണ് സർക്കാരുകൾ പോകുന്നത്. ഞങ്ങൾക്ക് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. തുച്ഛമായ വേതനത്തിന് ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചാണ് ഈ സമരം. ഏതെങ്കിലും ഒരു ഈർക്കിൽ സംഘടനയൊന്നും സമരത്തിൽ നിന്ന് ആളുകളില്ല, എല്ലാവരും പോയി എന്നൊക്കെ ആയിരുന്നു സർക്കാരും CPM ഒക്കെ പറഞ്ഞത്. അതിനൊരു മറുപടിയാണോ ഈ ജനക്കൂട്ടം? ഈർക്കലുകളെല്ലാം ഒന്നിച്ചു ചേർന്നിരിക്കുകയാണെന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള മറുപടി. സമരം തകർക്കുവാനുള്ള CPM തന്ത്രത്തിനുള്ള മറുപടിയാണോ? എല്ലാ സർക്കാരിന്റെ എല്ലാ കുതന്ത്രങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു ജനസഞ്ചയമാണ്, വലിയൊരു ജനാവലിയാണ് സമരത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ജീവിക്കാനുള്ള സമരമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പൊളിഞ്ഞു പോകുന്നതല്ല ഈ സമരം. സർക്കാർ കണ്ണു തുറക്കട്ടെ എന്നല്ലേ? തീർച്ചയായിട്ടും കണ്ണു തുറക്കും. നിഖിലെ, അത് തന്നെയാണ്, സർക്കാർ കണ്ണു തുറക്കണം. അതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്, മുന്നോട്ട് വെക്കുന്നത്. ഈ ജനസഞ്ചയത്തിലൂടെ, ഈ ജനാവലിയിലൂടെ അത് സർക്കാരിന്റെ മുന്നിലേക്ക് എത്തിക്കുക, സർക്കാരിനെ കാണിക്കുക, സർക്കാരിനെ കണ്ണു തുറക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വലിയ ഒരു ജനക്കൂട്ടം നമുക്കിവിടുത്തെ കാണാനും കഴിയും. സമരം ആരംഭിച്ചത് മുതൽ സർക്കാരിന്റെ ഭാഗത്ത് പലതരത്തിലുള്ള ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നു. ഇപ്പോൾ ഈ വലിയൊരു ജനക്കൂട്ടം കൊടുക്കുന്ന സന്ദേശം എന്താണ്? അവർ നടത്തിയിരിക്കുന്ന എല്ലാ പരിശ്രമങ്ങളും വിഫലമായി എന്നത്. അതിൽ ആശമാർ വീഴില്ല. ആശമാർ അവരുടെ സമരവീര് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം ഇത് മഴ നനയാതിരിക്കുവാനുള്ള ടെന്റ് അടക്കം എടുത്തു മാറ്റിക്കൊണ്ടായിരുന്നു സർക്കാരിന്റെ പ്രതികാര നടപടികളുണ്ടായത്. അതുമാത്രമല്ല, CPM അടക്കം പറഞ്ഞത് ഈ സമരം പൊളിഞ്ഞിരിക്കുന്നു, ഏതാനും ഈർക്കിൽ സംഘടനകൾ മാത്രമാണ് ഇപ്പോൾ ഈ സമരം നടത്തുന്നത്, ബാക്കി ആളുകളെല്ലാം, ബാക്കി ആശാപ്രവർത്തകരെല്ലാം തിരികെ ജോലിക്ക് പ്രവേശിച്ചെന്നാണ്. എന്നാൽ ഇവിടെ വലിയൊരു ജനക്കൂട്ടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരം കുപ്രചരണങ്ങളും അത്തരം അപവാദ പ്രചരണങ്ങളെല്ലാം കേരളത്തിൽ ആശാവർക്കർമാരും ജനാധിപത്യ വിശ്വാസികളും ഒന്നടങ്കം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. പ്രശാന്ത് തുടരുക. ഇപ്പോൾ എന്തായാലും സമരത്തിൻ്റെ വാർത്തയിലേക്ക് തന്നെ വരാം. കാരണം കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് അവരിന്ന് തേടേണ്ടതുണ്ട്. അവർ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം അത് ഈ ഈർക്കിലുകൾ അല്ലെങ്കിൽ ഈർക്കിൽ ആളുകൾ മാത്രമാണ് ഇനി സമരത്തിന് ബാക്കിയുള്ളത്. എന്നാൽ അത് ഈർക്കിലുകൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് വലിയൊരു ശക്തിയായാണ് ഇന്നിപ്പോൾ സമരം എന്നാണ് ഈ ആശാവർക്കർമാർ തന്നെ പറയുന്നത്.